നമ്മളിപ്പോൾ ഉള്ളത് ഇറ്റാനഗർ പോണ റൂട്ടിലാട്ടാ. അങ്ങനെ പോണേക്ക് ഒരു സ്ഥലം കിട്ടി, അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണേട്ടാ. അതൊക്കെ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇതൊരു ചെറിയൊരു പെട്ടിക്കടയുണ്ടാ. അപ്പം ഞാൻ ഇവിടെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കണേണ്. അപ്പം ഇതിൻ്റെ പുറയിലൊക്കെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും വന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ശരിക്കും പോണത് ഈ റൂട്ടാണ്. ഈ റൂട്ട് കുറച്ചും കൂടെ അങ്ങ് പോയിട്ട് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ ഇറ്റാനഗർ എത്തും. അപ്പം ഇനി നല്ലൊരു 70 അല്ല 60 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇനി ഇറ്റാനഗർ പോയിട്ട് നമ്മുടെ സൈക്കിളൊന്ന് ശരിയാക്കണം. സൈക്കിള് എന്താ പറയണത് എനിക്കറിയില്ല. എപ്പോഴും നല്ല പണിയാണ് കിട്ടണത്. ശരിക്കും വന്ന വഴിക്കൊക്കെ ഒരുപാട് വണ്ടി കിട്ടിയാണ്ടാ. അപ്പം ഞാൻ പിന്നെ വന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ട് പോകാമെന്ന് വെച്ചിട്ട് പിന്നെ വണ്ടി കയറാനാ. കാരണം ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ തള്ളിക്കൊണ്ടാണ് യാത്ര. ഇതിപ്പോൾ നമ്മുടെ യാത്രയിൽ ഏറ്റവും കൂടുതലും നമ്മൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പല സമയങ്ങളിലും, ഏറ്റവും കൂടുതലല്ല കേട്ടോ, കുറേ സമയങ്ങളിലൊക്കെ തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതാണ് അവസ്ഥ കേട്ടോ. നല്ല രീതിയിൽ പണി കിട്ടുന്നുണ്ട്, ഒരു പിടുത്തമില്ല. അപ്പോൾ ഇനി ഇറ്റാനഗർ പോകണം. ഇറ്റാനഗറിൽ നിന്ന് സൈക്കിൾ ശരിയാക്കിയിട്ട് അവിടെ നിന്ന് സീറോ പോകാനൊരു പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മുടെ സൈക്കിളിൽ. അപ്പോൾ ഇത് കുറേയൊക്കെ കുറക്കാനുണ്ട്. വന്നു വയ്ക്കൊക്കെ ഒരുപാട് ആൾക്കാർ തന്ന ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാർ വല്ലാത്ത സ്നേഹം ഉണ്ടാ. ഞാൻ അവരോട് പറയും ഇതൊന്നും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ നിർബന്ധിച്ച് തന്നെ കേട്ടോ.